പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അബാക്കസ്, അതുപോലെ നേപ്പിയസ് ബോൺസ്, ഈ രണ്ട് കമ്പ്യൂട്ടിംഗ് മെഷീൻസിനെ കുറിച്ചായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത കമ്പ്യൂട്ടിംഗ് മെഷീനായ പാസ്കലൈൻ എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ചാണ്. എന്താണ് പാസ്കലൈൻ? ദിസ് പാസ്കലൈൻ ഈസ് എ കാൽക്കുലേറ്റർ or a computing machine which is introduced by Blaise Pascal. Blaise Pascal, a French mathematician, introduced this Pascaline device. This Blaise Pascal is a man of age 19. 19 വയസ്സുള്ള ഒരു കുട്ടിയാകുന്ന ഈ സമയത്താണ് ബ്ലെയ്സ് പാസ്കൽ ഈ പാസ്കലൈൻ എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ച് ഇത് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. ബ്ലെയ്സ് പാസ്കലിൻ്റെ പിതാവ് ഒരു ടാക്സ് കളക്ഷൻ സൂപ്പർവൈസറായിരുന്നു. അപ്പോൾ ആ ടാക്സ് കളക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് തൻ്റെ പിതാവിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പ്യൂട്ടിംഗ് മെഷീനാണ് പാസ്കലൈൻ. ഈ കമ്പ്യൂട്ടിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിച്ച് ക്യാൻ പെർഫോം അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഡയറക്റ്റ്ലി. ഇതുപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അഡീഷൻസും സബ്ട്രാക്ഷൻസും പെർഫോം ചെയ്യാൻ കഴിയും. അതുപോലെ ഇറ്റ് ക്യാൻ പെർഫോം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ബൈ റിപ്പീറ്റേഷൻ പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിവൈസിന് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഡിവൈസാണ് ബ്ലെയ്സ് പാസ്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദിസ് പാസ്കലൈൻ ഡിവൈസ് വിച്ച് കണ്ടെയ്ൻസ് സം വീൽസ്, ഗിയേഴ്സ് ആൻഡ് സിലിണ്ടേഴ്സ്. ഈ പാസ്കലൈൻ ഡിവൈസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ച് വീലുകളും അതുപോലെ ഗിയറുകളും അതുപോലെ കുറച്ച് സിലിണ്ടേഴ്സും ഒക്കെ അടങ്ങിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ഇത്. And which perform the operations just like our current calculator. Basic calculator നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സയൻറ്റിഫിക് ഒന്നുമല്ലാത്ത ഒരു കാൽക്കുലേറ്റർ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു രൂപത്തിലുള്ള അതിൻ്റെ ഒരു മോഡൽ, ആ ഒരു രൂപത്തിലായിരുന്നു ഈ പാസ്കലൈൻ ഡിവൈസിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പാസ്കലൈൻ ഡിവൈസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു വെക്കുക. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ, അതുപോലെ അതിൻ്റെ പർപ്പസ്, പിന്നെ അതിൻ്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയാണുള്ളത് എന്ന്. അപ്പോൾ പാസ്കലൈൻ എന്ന ഡിവൈസിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഡിവൈസിനെ പറ്റി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡിവൈസ്, കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ലെബനിസ് കാൽക്കുലേറ്റർ. എന്താണ് ലെബനിസ് കാൽക്കുലേറ്റർ? ദിസ് ലെബനിസ് കാൽക്കുലേറ്റർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ഗോട്ട്ഫ്രൈഡ് വില്യം വോൺ ലെബനിസ്. ഗോട്ട്ഫ്രൈഡ് വില്യം വോൺ ലെബനിസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസാണ് ലെബനിസ് കാൽക്കുലേറ്റർ. And this Leibniz calculator can perform addition and subtraction. അഡീഷനും സബ്ട്രാക്ഷനും പെർഫോം ചെയ്യാൻ പറ്റിയിരുന്ന ഒരു ഡിവൈസ് ആയിരുന്നു ഈ ലെബനിസ് കാൽക്കുലേറ്റർ. ആൻഡ് ഹി നെയ്മഡ് ദിസ് ലെബനിസ് കാൽക്കുലേറ്റർ ആസ് സ്റ്റെപ്പ് റെക്കണർ ഫസ്റ്റ്. ഇതിന് ഈ ലെബനിസ് കാൽക്കുലേറ്ററിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റെപ്പ് റെക്കണർ എന്നായിരുന്നു. അപ്പോൾ ഈ സ്റ്റെപ്പ് റെക്കണറിൽ ഹി യൂസസ് ദ പാസ്കൽസ് ഐഡിയ
ബ്ലേസ് പാസ്കൽസ് ഐഡിയ, പാസ്കലൈൻ ഡിവൈസിൽ ബ്ലേസ് പാസ്കൽ ഉപയോഗിച്ചിരുന്ന ഐഡിയ അപ്ലൈ ചെയ്തിട്ട്, റിപ്പീറ്റേഷൻ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു? ഹീ എക്സ്റ്റെൻഡഡ് ദ സ്റ്റെപ്പ് റെക്കണർ ടു പെർഫോം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പെർഫോം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഈ സ്റ്റെപ്പ് റെക്കണറിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ആര്? ഈ ഗോഡ്ഫ്രൈഡ് വില്യം വോൺ ലെബിനിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിനെ ഒരു കാൽക്കുലേറ്റർ രൂപത്തിലേക്ക് മാറ്റി. അതുപോലെ ഇതിന് ലെബിനിസ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു പേരും കൊടുത്തു. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാസ്കലൈൻ ഡിവൈസിൽ വീൽസും ഗിയേഴ്സും അതുപോലെ സിലിണ്ടേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഗിയേഴ്സിൻ്റെ പ്രത്യേകത ഡ്രം ഷേപ്പ്ഡ് ഗിയേഴ്സ് ആയിരുന്നു ഇതിൽ ഉപയോഗിച്ചിരുന്നത്. എന്നിട്ട് ഈ ലെബിനിസ് കാൽക്കുലേറ്റർ ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് അവർ മോഡേൺ കാൽക്കുലേറ്റർ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മോഡേൺ കാൽക്കുലേറ്ററിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ലെബിനിസ് കാൽക്കുലേറ്റർ ആയിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കാൽക്കുലേറ്റർ ആയതുകൊണ്ട് തന്നെ ഹി മേക്ക് അവൈലബിൾ ദിസ് ലെബിനിസ് കാൽക്കുലേറ്റർ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ എന്ത് ചെയ്തു? ഇത് അവൈലബിൾ ആക്കുകയും കൂടി ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ലെബിനിസ് കാൽക്കുലേറ്ററിൻ്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ നമുക്കൊന്ന് കാണാം. ഓക്കെ, നെക്സ്റ്റ് ഡിവൈസ് ആണ് ജോക്കോഡ്സ് ലൂം. ജോക്കോഡ്സ് ലൂം. This device is related with textile materials. ടെക്സ്റ്റൈൽസുകളിൽ തുണിത്തരങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പം അവിടെ ഉപയോഗിച്ചിരുന്ന ഒരു സ്പെഷ്യൽ ഡിവൈസ് ആയിരുന്നു ജോക്കോഡ്സ് ലൂം. ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോസഫ് മാരി ജോക്കോഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ ജോക്കോഡ്സ് ലൂം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ദിസ് ജോക്കോഡ്സ് loom is used to create textile materials with complex pattern. കോംപ്ലക്സ് പാറ്റേണുകളുള്ള ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജോക്കോഡ്സ് ലൂം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ലൂം. ഇതൊരു മെക്കാനിക്കൽ ലൂമായിരുന്നു. ആൻഡ് ഇറ്റ് യൂസസ് എ പഞ്ച്ഡ് കാർഡ്സ് ആൻഡ് പഞ്ച്ഡ് ഹോൾസ്. പഞ്ച്ഡ് കാർഡ്സും പഞ്ച്ഡ് ഹോൾസുമാണ് ഈ ജോക്കോഡ്സ് ലൂമിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഈ പഞ്ച്ഡ് കാർഡ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? റോ വൈസായിട്ട് ഡിസൈൻസ്, പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആ പാറ്റേൺസ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ള ഒരു കാർഡുകളായിരുന്നു പഞ്ച്ഡ് കാർഡ്സ്. ആൻഡ് ദീസ് പഞ്ച്ഡ് കാർഡ്സ് ആർ യൂസ്ഡ് ഇൻ ദ പഞ്ച്ഡ് ഹോൾസ്. ഈ പഞ്ച്ഡ് ഹോൾസിൽ ഈ പഞ്ച്ഡ് കാർഡ്സ് വെച്ചിട്ടാണ് ഈ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഈ പഞ്ച്ഡ് കാർഡ്സ് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഈ പാറ്റേൺസ് സ്റ്റോർ ചെയ്ത് വെക്കാനും പിന്നീട് ആവശ്യത്തിന് ഇതേ പഞ്ച്ഡ് കാർഡ്സ് ഉപയോഗിച്ച് മറ്റു ടെക്സ്റ്റൈൽ മെറ്റീരിയൽസിന് ഈ പാറ്റേൺസ് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ സ്റ്റോറിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ ജോക്കോഡ്സ് ലൂം എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടിംഗ് ഓർ ഈ ഡിവൈസിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ജോക്കോഡ്സ് ലൂമിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് കാണാം. എല്ലാവരും ഒന്ന് നോക്കൂ. നെക്സ്റ്റ് കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ഡിഫറൻസ് എഞ്ചിനാണ്. ദിസ് ഡിഫറൻസ് എഞ്ചിൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ്. ഈ ചാൾസ് ബാബേജ് എന്ന് പറയുന്ന നെയിം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹി കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫാദർ എന്ന് അറിയപ്പെടുന്ന ചാൾസ് ബാബേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത എഞ്ചിനാണ് ഡിഫറൻസ് എഞ്ചിൻ. ഈ ചാൾസ് ബാബേജ് ഈ ഡിഫറൻസ് എഞ്ചിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പഞ്ച്ഡ് കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞ ജോക്കോഡ്സ് ലൂമിലുണ്ടായിരുന്നു. ആ ഒരു ജോക്കോഡ്സ് ലൂമിൽ ആ സ്റ്റോറിങ് കൺസെപ്റ്റ് ഈ ഡിഫറൻസ് എഞ്ചിനിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നും അതുപോലെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ സ്വമേധയാ കാൽക്കുലേഷൻ നടത്താൻ പറ്റുമോ
എന്നുമുള്ള ആലോചനയിൽ നിന്നാണ് ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്ന ഈ എഞ്ചിൻ ഉണ്ടാകുന്നത്. അതായത് ഹ്യൂമൻ ഇൻ്റർഫറൻസ് ഇല്ലാതെ തന്നെ കാൽക്കുലേഷൻ പെർഫോം ചെയ്യണം. നമ്മൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ആ രൂപത്തിൽ ഒരു മെഷീൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഇയാൾ ഈ ചാൾസ് ബാബേജ് ആലോചിച്ചത്. അങ്ങനെ ഹീ ക്രിയേറ്റഡ് an engine, a computing machine, and he named it as a difference engine, and which can perform arithmetic operations and print the result automatically. നമ്മൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് കാൽക്കുലേഷൻ നടത്തുകയും റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരുന്നു എന്ത്? ദിസ് ഡിഫറൻസ് എഞ്ചിൻ. ആൻഡ് വിച്ച് ക്യാൻ ഓൾസോ കമ്പ്യൂട്ട് സം മാത്തമാറ്റിക്കൽ ടേബിൾസ്. ചില മാത്തമാറ്റിക്കൽ ടേബിൾസ് കമ്പ്യൂട്ട് ചെയ്യാനും ഏതിന് പറ്റിയിരുന്നു? ഈ ഡിഫറൻസ് എഞ്ചിന് പറ്റിയിരുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഡിഫറൻസ് എഞ്ചിൻ്റെ മുകളിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഇയാൾ നടത്തുകയാണ് ഈ ചാൾസ് ബാബേജ്. അങ്ങനെയാണ് ഈ മോഡേൺ കമ്പ്യൂട്ടേഴ്സിലേക്ക് ചാൾസ് ബാബേജ് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസ് എഞ്ചിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് കാണാം. ഓക്കെ, നെക്സ്റ്റ് ചാൾസ് ബാബേജ് ക്രിയേറ്റ് ചെയ്ത മറ്റൊരു കമ്പ്യൂട്ടിംഗ് മെഷീനാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കൂടുതൽ ഇല്ലാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ് ഈ അനലിറ്റിക്കൽ എഞ്ചിനിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ഈ അനലിറ്റിക്കൽ എഞ്ചിൻ it is considered as the predecessor of modern computers. ഈ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൻ്റെ ആദ്യകാല സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ അനലിറ്റിക്കൽ എഞ്ചിനാണ്. ഈ അനലിറ്റിക്കൽ എഞ്ചിൻ അതുവരെ ബേസിക് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് മാത്രം പെർഫോം ചെയ്തിരുന്ന അരിത്തമെറ്റിക് എഞ്ചിനെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഷനും വേണ്ടി ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് ഈ അനലിറ്റിക്കൽ എഞ്ചിനെ മാറ്റി. ഇതിനെ ബേസിക് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനും പറ്റും, അതുപോലെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഷൻസ് മറ്റ് കമ്പ്യൂട്ടേഷൻസ് നടത്താനും ഇതിന് സാധിച്ചിരുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് ഹാസ് സ്റ്റോർ ആൻഡ് മിൽ. ഈ അനലിറ്റിക്കൽ എഞ്ചിന് സ്റ്റോർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റോർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വിച്ച് ഇസ് ജസ്റ്റ് ലൈക്ക് മെമ്മറി ഇൻ അവർ കമ്പ്യൂട്ടർ. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുക, നമ്പേഴ്സും അതുപോലെ റിസൾട്ടും ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇതിനുണ്ടായിരുന്നു. അതുപോലെ ഇറ്റ് ഹാസ് എ മിൽ, പ്രൊസസ്സർ. ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രൊസസ്സേഴ്സിനെയാണ് ഇവിടെ മിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മില്ലും ഉണ്ടായിരുന്നു, അതുപോലെ സ്റ്റോറേജ് ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. അതുപോലെ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഈ അനലിറ്റിക്കൽ എഞ്ചിനിൽ പഞ്ച്ഡ് കാർഡ്സ് ഉപയോഗിച്ചിരുന്നു. ഈ പഞ്ച്ഡ് കാർഡ്സ് ഇൻപുട്ട് ചെയ്യാനോ അതുപോലെ റിസൾട്ട് ഔട്ട്പുട്ട് നമുക്ക് തരാനും വേണ്ടി പഞ്ച്ഡ് കാർഡ്സാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ പഞ്ച്ഡ് കാർഡിൻ്റെ മുകളിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി കൊടുത്തിരുന്നു. ആൻഡ് ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ റിട്ടൺ ബൈ എ ലേഡി പ്രോഗ്രാമർ ഇൻ ദ ലാബ് ഓഫ് ചാൾസ് ബാബേജ് ആൻഡ് ഹൂസ് നെയിം ഈസ് അഗസ്ത അഡ കിങ്. ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ദ പ്രോഗ്രാമർ. ഒരു ലേഡി പ്രോഗ്രാമർ ഉണ്ടായിരുന്നു എവിടെ? ഈ ചാൾസ് ബാബേജിൻ്റെ ലബോറട്ടറിയിൽ. ഈ ചാൾസ് ബാബേജിൻ്റെ ലബോറട്ടറിയിൽ ഉണ്ടായിരുന്ന ഈ അഗസ്ത അഡ കിങ് എന്ന് പറയുന്ന ഈ ലേഡി പ്രോഗ്രാമറാണ് ഈ പഞ്ച്ഡ് കാർഡ്സ് ഇൻസ്ട്രക്ഷൻസ് എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഗസ്ത അഡ കിങ് എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമർ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് പ്രോഗ്രാമറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ അഗസ്ത അഡ കിങ് എന്ന് പറയുന്ന ഈ ലേഡിയെയാണ്. ഓക്കെ, ഈ ലേഡിയാണ് ഈ പഞ്ച്ഡ് കാർഡ്സിന് ഇൻസ്ട്രക്ഷൻസ് എഴുതിയിരുന്നത്. ആൻഡ് ദിസ് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് കൺസിഡേർഡ് ആസ് അഡ. ഈ അഗസ്ത അഡ കിങ് എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റ് ഈ എഴുതിയിരുന്ന ഈ ഇൻസ്ട്രക്ഷൻസിന്, ഈ പ്രോഗ്രാമിങ്ങിനെ അഡ എന്നാണ് പറഞ്ഞിരുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് എഞ്ചിനും അതുപോലെ അനലിറ്റിക്കൽ എഞ്ചിനും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാൾസ് ബാബേജിൻ്റെ ലബോറട്ടറിയിലായിരുന്നത് കൊണ്ട്
ദിസ് ചാൾസ് ബാബേജ്, ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇൻട്രഡക്ഷനാണ് ചാൾസ് ബാബേജിനെ ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന പേര് നൽകിയത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമർ ആരാന്ന് നമ്മൾ പറഞ്ഞു, ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആരാന്ന് പറഞ്ഞു, പിന്നെ അനലിറ്റിക്കൽ എഞ്ചിൻ്റെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്സാമിന് ഈ അനലിറ്റിക്കൽ എഞ്ചിൻ്റെ പ്രത്യേകത പരീക്ഷയ്ക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ അനലിറ്റിക്കൽ എഞ്ചിൻ്റെ സ്ട്രക്ചർ ഒന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഹൊലേറിത്ത് മെഷീൻ എന്നായിരുന്നു അതിൻ്റെ പേര്, ഹൊലേറിത്ത് മെഷീൻ. ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ ആൻ അമേരിക്കൻ സയൻറ്റിസ്റ്റ് ഹെർമൻ ഹൊലേറിത്ത്. ഹെർമൻ ഹൊലേറിത്ത് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റാണ് ഇത് ഇൻട്രഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇലക്ട്രോമെക്കാനിക്കൽ പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റർ. ഇലക്ട്രോമെക്കാനിക്കൽ പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റർ എന്ന് പറഞ്ഞാൽ പഞ്ച്ഡ് കാർഡ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഇൻപുട്ട് ചെയ്യാനും അതുപോലെ ഔട്ട്പുട്ട് ചെയ്യാനും അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകാനും പഞ്ച്ഡ് കാർഡ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. ദീസ് പഞ്ച്ഡ് കാർഡ്സ് ആർ മാനേജ്ഡ് ബൈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് ഈ പഞ്ച്ഡ് കാർഡ്സിനെ മാനേജ് ചെയ്തിരുന്നത്. അങ്ങനെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റർ എന്ന് ഇതിന് അറിയപ്പെട്ടു. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇത് അമേരിക്കയിലെ UN സെൻസസ് ബ്യൂറോക്കും വേണ്ടിയിട്ട് ഹെർമൻ ഹൊലേറിത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു മെഷീനായിരുന്നു ദിസ് ഹൊലേറിത്ത് മെഷീൻ. അതായത് സെൻസസ് പ്രോസസ് മാനുവലി നടത്താൻ വേണ്ടി അമേരിക്കൻ ഗവൺമെൻറ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്ന് ഉപയോഗിച്ചിരുന്ന ആ മാനുവൽ പ്രോസസ്സിന് 10 ഇയേഴ്സോളം ഗ്യാപ്പ് എടുക്കുമായിരുന്നു. ഒരു ടൈം ഡ്യൂറേഷൻ എടുത്തിട്ടാണ് സെൻസസ് പ്രോസസ്സ് നടത്തിയിരുന്നത്. ഈ ഹൊലേറിത്ത് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റി, ഒരൊറ്റ വർഷം കൊണ്ട്, 10 വർഷം എന്നുള്ളത് 1 വർഷം കൊണ്ട് സെൻസസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി US-നെ സഹായിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൊലേറിത്ത് മെഷീൻ എന്ന് പറയുന്നത്. അതുപോലെ ഇത്തരം ഡിവൈസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി ഈ ഹൊലേറിത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു കോർപ്പറേഷനാണ് ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ. ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ TMC എന്ന് പറയുന്നൊരു സംഘടനയാണ് ഉണ്ടാക്കി. ഈ സംഘടനയാണ് പിന്നീട് കുറേ ആളുകൾ അതിലേക്ക് മെർജ് ചെയ്ത് അവസാനം നമ്മളിപ്പോൾ കേൾക്കുന്ന IBM ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്ന് പറയുന്ന ഈ IBM ആയിട്ട് മാറിയത് ഈ TMC എന്ന് പറയുന്ന ഈ കോർപ്പറേഷനാണ്. ഓക്കെ, ഇതാണ് ഹൊലേറിത്ത് മെഷീൻ എന്ന് പറയുന്ന ഈ ഡിവൈസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് കാണാം. നമുക്ക് പഠിക്കാനുള്ള അവസാനത്തെ കമ്പ്യൂട്ടിംഗ് മെഷീനാണ് Mark I കമ്പ്യൂട്ടേഴ്സ്. ദിസ് Mark I കമ്പ്യൂട്ടേഴ്സ് ഇൻ 1944 Howard Aiken and some IBM engineers. This Howard Aiken and some IBM engineers are collectively created a device which is based on the Charles Babbage's analytical engine. ചാൾസ് ബാബേജിൻ്റെ അനലിറ്റിക്കൽ എൻജിൻ ബേസ് ചെയ്തുകൊണ്ട് ഹവാർഡ് ഐക്കൺ എന്ന സയൻറ്റിസ്റ്റും അതുപോലെ IBM-ലെ കുറച്ച് എൻജിനീയേഴ്സും കൂടി ചേർന്നൊരു മെഷീൻ ഉണ്ടാക്കി. ആൻഡ് ദിസ് മെഷീൻ ഈസ് നെയ്മഡ് ആസ് ഐക്കൺസ് മെഷീൻസ് ഓർ ഹവാർഡ് Mark I മെഷീൻ എന്ന് പറയുന്നൊരു മെഷീൻ ഉണ്ടാക്കി. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് യൂസസ് 23 decimal place numbers to perform for basic arithmetic operations. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി 23 decimal place നമ്പേഴ്സ് ഇത് യൂസ് ചെയ്തിരുന്നു. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് ഈസ് പ്രീ പ്രോഗ്രാംഡ് ടു പെർഫോം ലോഗരിതംസ് ആൻഡ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്.
ലോഗരിതംസും അതുപോലെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടി ഇതിനെ പ്രീ പ്രോഗ്രാം ചെയ്തിരുന്നു. ഇനി ഇതിൽ കുറേ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ലോഗരിതംസും ട്രിഗ്നോമെട്രിക് കാൽക്കുലേഷൻസും ഒക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നത് പേപ്പർ ടേപ്പ് റീഡേഴ്സ് ഇതിലുണ്ടായിരുന്നു, അതുപോലെ കാർഡ് റീഡേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ ടേപ്സ് ആയിട്ട് ഇൻപുട്ട് ഡിവൈസസ് ഉപയോഗിച്ചു. അപ്പോൾ ഈ പേപ്പർ ടേപ്പ് റീഡേഴ്സ് എന്തിനാ? ഈ പേപ്പർ ടേപ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പഞ്ച്ഡ് കാർഡ്സ് ഇത് ഉപയോഗിച്ചിരുന്നു, അതുപോലെ ടൈപ്പ് റൈറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടി കാർഡ് റീഡേഴ്സും ഒക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി വിച്ച് യൂസസ് പേപ്പർ ടൈപ്പ് റീഡേഴ്സ്, കാർഡ് റീഡേഴ്സ്, കാർഡ് പഞ്ച് ആൻഡ് ടൈപ്പ് റൈറ്റേഴ്സ്. ഓക്കെ, ഇത്രയുമാണ് മാർക്ക് 1 കമ്പ്യൂട്ടറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കമ്പ്യൂട്ടിംഗ് ഡിവൈസുകളെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ അവസാനം നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ കമ്പ്യൂട്ടിംഗ് മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോയിലെ നമ്മൾ ബോർഡിൽ എഴുതുന്ന ലെറ്റേഴ്സ് ക്ലിയർ ആവാത്തൊരു പ്രശ്നം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഡാറ്റ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്തുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്, അതുകൊണ്ട് അതിനെല്ലാവരും ക്ഷമ ചോദിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.